നമ്മളിങ്ങനെ ചാലാപ്പള്ളിയുടെ മണ്ണിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ വന്നത് എന്തിനാണ് കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കൂടി വൈറലായ ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടി വീണ്ടും എത്തിക്കാൻ പോകുന്നത്. മനു, ചെറിയ രീതിയിൽ വാ. ഇത് നമ്മുടെ പ്രിയ സുഹൃത്താണ് മനു. വാ മനു, വണ്ടി അങ്ങോട്ട് ഒതുക്കി വെക്കൂ. അപ്പോൾ ഇത് നമ്മുടെ ഫോളോവറും എൻ്റെ സുഹൃത്തും ഒക്കെ മനു ആണല്ലേ? മനു മനുവാണ്. മനു എന്താണ് പരിപാടി ഇപ്പം? ലോട്ടറി കച്ചവടമാണ്. ഇതുണ്ട ലോട്ടറി കച്ചവടമാണ് മനുവിന്. മനു ഇപ്പം എന്നെ കണ്ടതുകൊണ്ട് നിർത്തിയതാണോ അതോ? നിർത്തിയതാ തീർച്ചയായും. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. ഹാപ്പിയാ ഉള്ള ആ ഒരു സമ്പാദ്യത്തിൽ നിന്ന് വളരെ ഹാപ്പി. ഇടയ്ക്ക് റാന്നി സ്റ്റാൻഡിലൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാൻഡ് നോക്കാനായിട്ടല്ലേ? പഞ്ചായത്തിന്റെ ഇതിലൊക്കെ പാർക്കിങ്ങിന്റെ പേയ്മെന്റ് വാങ്ങിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോഴാണ് കാണുന്നത്. അത് പിന്നെ ഇന്നാണ് കാണുന്നത്. ലോട്ടറി എങ്ങനെയുണ്ട്? ലോട്ടറി മഴയായതുകൊണ്ട് മടുപ്പാണ്. അടിയൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. ചില എന്താ പറയുക, ദൈവം ചില വികൃതികളൊക്കെ ചിലരിൽ കാണിക്കും. ജന്മനാ ഉള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാം കാണും, എന്നെ വളരെ സപ്പോർട്ട് ചെയ്യും അല്ലേ? തീർച്ചയായും. അപ്പം യാദൃശ്യമായിട്ട് മനുവിനെ കാണാൻ പറ്റി, വളരെ സന്തോഷമുണ്ട് മനു. ഞാനിവിടെ നമ്മുടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. മനു, ഈ അടുത്തിറക്കി അടി വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, അത് മടുപ്പാണ് ഇപ്പോൾ. അപ്പോൾ ഡെയിലി എത്ര ലോട്ടറി എടുക്കുന്നുണ്ട്? ഡെയിലി 150 ലോട്ടറി എടുക്കുന്നുണ്ട്. 150-200 ലോട്ടറിയാ. അത് മൊത്തം വിറ്റഴിക്കും മൊത്തം? അവിടെ ഇവിടെ ഓടി നടന്ന് മൊത്തം വിറ്റഴിക്കും അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട് മനുവിന്റെ? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി. വലിയൊരു കുടുംബമാണ് കേട്ടോ. എനിക്ക് മനുവിനെ അങ്ങനെ വീട്ടിൽ ഞാൻ വീടിൻ്റെ ഒരു വട്ടം പോയിട്ടുണ്ടല്ലേ? അങ്ങനെ ഒരു വട്ടം പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് മനുവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ വലിയൊരു കുടുംബമാണ്. അപ്പോൾ അവരുടെ എല്ലാം സപ്പോർട്ട് മനുവിൻ്റെ ഒരു വരുമാനത്തിൽ നിന്നാണ്. എൻ്റെ പേര് അറിയപ്പെടുന്ന മനു ലക്കി സെൻ്റർ കൊറ്റനാടെന്ന്. ഇല്ല, ഏജൻസി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വർഷത്തോടെ കഴിയുമ്പോൾ തുടങ്ങാന്ന് വെച്ചാൽ. വേറെ ഏതാണ്ട് പരിപാടി ഉണ്ടല്ലോ, ഡിഷിന്റെ ചാർജ് ചെയ്യുന്നു, അങ്ങനെ കണ്ടക്കില്ലേ? ഡിഷൊക്കെ ചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീചാർജും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ടല്ലേ? ഒരു നിമിഷം പോലും വിശ്രമിക്കില്ല. എപ്പോഴാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? രാവിലെ 7 മണി. എപ്പോൾ വീട്ടിൽ ചെല്ലുന്നത്? രാവിലെ തിരിച്ച് 8 മണിയൊക്കെ ആവും. 8 മണി, വൈകുന്നേരം 8 മണിയൊക്കെ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ആഹാരങ്ങൾ ഹോട്ടലിൽ കയറുക, അല്ലെ വീട്ടിൽ ചെന്ന് കഴിക്കുകയോ. വീട്ടിൽ ചെല്ലും ഉച്ചയ്ക്ക് ചെന്ന് വീട്ടിൽ ചെന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടുള്ള ഏരിയകൾ. അപ്പം ഇതിപ്പോ എത്ര ലോട്ടറി ഉണ്ടെന്നാ പറഞ്ഞത്? ഇപ്പൊ 68 ലോട്ടറിയോ? 68 ലോട്ടറി. ഈ 68 ലോട്ടറി എത്രയുടെ ലോട്ടറി ഉണ്ട്? ഇത് ഇപ്പൊ 1500 10,000-2000 രൂപയുടെ മേലുണ്ട്. 10,000-2000 രൂപയുടെ ലോട്ടറി ഉണ്ട്. മനുവിന് ചെറിയ വരുമാനത്തിൽ നിന്നാണ് വീട്ടുകാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? തീർച്ചയായും. അപ്പം മനുവിനെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മനുവിനെ നിങ്ങളെ കൺമുന്നിൽ വരികയാണെങ്കിൽ മനുവിനെ ഒരു ലോട്ടറി എടുത്ത് സഹായിക്കേണ്ടതാണ്. ഇവരെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സ്നേഹമായിട്ട് ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അപ്പം മനു, ഞാൻ ലോട്ടറി വല്ലതും എടുക്കണം? അങ്ങനെ ഇഷ്ടം, ചേട്ടൻ്റെ ഇഷ്ടം. ആ മനുവിൻ്റെ സന്തോഷം, മനുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനും മനുവിൻ്റെ ലോട്ടറി എടുക്കുകയാണ്. 68 ലോട്ടറി. അതിൽ എല്ലാം ഞാൻ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. കാരണം എനിക്ക് 68 ലോട്ടറി ഒന്നും ഇപ്പോൾ എടുക്കാൻ ആ ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ലോട്ടറി എടുത്ത് മനുവിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മനു ഹാപ്പിയായോ? എന്നോട്ട് എന്നോട് പറയുന്നതെന്നറിയാം, ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ. പക്ഷേ എനിക്ക് മനുവിനൊക്കുമ്പോൾ എനിക്കൊക്കുമ്പോൾ മനുവിനൊക്കത്തില്ല. ഇപ്പോൾ ഇത് യാദൃശ്യമായിട്ട് മനു വന്ന് കയറിയതാണല്ലേ? സന്തോഷമായോ? അപ്പം നേരത്തെ നമ്മൾ പത്തനംതിട്ട പോകുന്ന വഴിക്ക് ഇതുപോലെ ലോട്ടറി വെക്കുന്ന ചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഓടി എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര ചേട്ടൻ നല്ല കച്ചവടമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മനുവിനെ ഏറ്റെടുക്കണം. എന്നാൽ കഴിയുന്ന വിധം 68 ലോട്ടറി ഒന്നും എടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും എന്നാൽ കഴിയുന്ന വിധം മനുവിനെ ലോട്ടറി എടുത്ത് സഹായിക്കാൻ പറ്റുമ്പോൾ മനുവിനെ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. നമ്മളെപ്പോലുള്ളവരുടെ സഹായമാണ് ആ കുടുംബത്തിന് വലിയ ആശ്വാസം. അപ്പോൾ മനുവിനെ സഹായിക്കാൻ നോക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ കൺമുമ്പിൽ കൂടെയൊക്കെ മനു പാസ് ചെയ്ത് പോകും. പിടിച്ചു നിർത്തിയാണെങ്കിലും ഒരു ലോട്ടറി എടുത്ത് സഹായിക്കണേ.